നമസ്കാരം. വർഷത്തിലെ ഏറ്റവും ശുഭദിനമാണ് അക്ഷയ തൃതീയ എന്നാണ് കണക്കാക്കുന്നത്. സംസ്കൃതത്തിൽ അക്ഷയ എന്നാൽ ശാശ്വതവും തൃതീയ എന്നാൽ ശുക്ലപക്ഷ അഥവാ പൂർണ്ണചന്ദ്രന്റെ 3-ാം ദിവസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ അക്ഷതീജ് എന്നും അക്ഷയ തൃതീയ അറിയപ്പെടുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേക ജോലികൾക്കോ പൂജകൾക്കോ വേണ്ടി മുഹൂർത്തമോ ശുഭനിമിഷമോ നോക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ദിവസം തന്നെയാണ് അക്ഷയ തൃതീയ. ഈ ദിവസം നിങ്ങൾക്ക് ഏതൊരു സമയവും ശുഭമുഹൂർത്തമായി കണക്കാക്കി മുന്നോട്ട് പോകാം. അതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങൾ അക്ഷയ തൃതീയ ദിവസം ആരംഭിക്കുന്ന തുടക്കം കുറിക്കുന്നതായ ഏതൊരു കാര്യവും കാലാകാലം നിലനിൽക്കും എന്നാണ് പറയുക. അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു ദിവസമാകുന്നു. പവിത്രമായ സമയമായാണ് കണക്കാക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം അക്ഷത തയ്യാറാക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അക്ഷയ തൃതീയ നാളിൽ തയ്യാറാക്കേണ്ടതായ ഒന്നാണ് അക്ഷത. വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾ അക്ഷത തയ്യാറാക്കുന്നതുമാണ്. എപ്രകാരമാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് കൂടി അറിയാം. പൊട്ടാത്ത അരിയുടെ ധാന്യങ്ങൾ, മഞ്ഞൾ, കുങ്കുമം എന്നിവ മിക്സ് ചെയ്യുന്നു. ഈ ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന് അക്ഷത സമർപ്പിക്കുന്നു എങ്കിൽ അത് സവിശേഷമാണ്. ഇത് കുടുംബത്തിന് നല്ല ഭാഗ്യം നൽകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് കൂടാതെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും നേട്ടങ്ങൾക്കും പോസിറ്റീവായ ഊർജത്തിനും അത് കാരണമാകുന്നുമുണ്ട്. ഈ ദിനത്തിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ ഐശ്വര്യം പടികേറി വരും എന്നാണ് വിശ്വാസം. ദാനധർമ്മങ്ങൾ അക്ഷയ തൃതീയ ദിനത്തിൽ അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ മറ്റ് ദാനധർമ്മങ്ങളോ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇരട്ടി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്തുകൊണ്ടും ഇപ്രകാരം ചെയ്യുന്നതും ഉത്തമമാണ്. പരമ്പരാഗതമായി പ്രാധാന്യം അറിയിക്കുന്ന ഒരു സമയമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഭക്ഷ്യസാധനങ്ങൾ, വസ്ത്രങ്ങൾ, പണം, മറ്റു വസ്തുക്കൾ എന്നിവ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നത് നിങ്ങൾക്ക് ഐശ്വര്യവും ഉയർച്ചയും നേടിത്തരും. തിരുവെഴുത്തുകൾ അനുസരിച്ച് അക്ഷയ തൃതീയയെക്കുറിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വർഷം മുഴുവൻ സൗഭാഗ്യം നൽകും എന്നാണ് പറയുക. അക്ഷയ തൃതീയ ദിവസമല്ല എങ്കിൽ പോലും, അതായത് മറ്റ് ദിവസങ്ങളിൽ പോലും പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ നടത്തുന്നത് അത്രമേൽ ശുഭകരമാണ്. സ്വർണം വാങ്ങുന്നത് പരമ്പരാഗതമായി ദീപാവലിക്ക് മുൻപുള്ള ധൻതേരാസിനെ പോലെ അക്ഷയ തൃതീയയ്ക്കും ആളുകൾ അഭിവൃദ്ധിക്കായി സ്വർണം വാങ്ങുന്നതാണ്. അക്ഷയ എന്നാൽ ശാശ്വതം എന്നതിനാൽ ആളുകൾ അവരുടെ ജീവിതത്തിൽ അനന്തമായ സന്തോഷത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി സ്വർണവും വെള്ളിയും വാങ്ങുന്നു. കാറുകളോ വില കൂടിയ ഗാർഹിക ഇലക്ട്രോണിക്സ് വസ്തുക്കളോ വാങ്ങുന്നതിനും ആളുകൾ ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാളെ സ്വർണം വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ സമയത്തെക്കുറിച്ച് ആദ്യം പരാമർശിക്കാം. ഏപ്രിൽ 30 5:42 മുതൽ, അതായത് വെളുപ്പിന് 5:42 മുതൽ ഉച്ചയ്ക്ക് 12:19 വരെയുള്ള സമയം ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം ശുഭമുഹൂർത്തം നോക്കേണ്ടതില്ല എങ്കിൽ പോലും ഈ സമയം ഇരട്ടി സൗഭാഗ്യമാണ് നൽകുക. മറ്റ് സമയങ്ങളും നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകുന്ന സമയമാണ്. എന്നാൽ ഈ സമയം വാങ്ങുവാൻ സാധിച്ചാൽ അത് കൂടുതൽ ഉത്തമമാകും എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. പൂജ, ജപം, യജ്ഞം മഹാവിഷ്ണുവിനോ ഗണേശ ഭഗവാനോ സമർപ്പിച്ച് അത് നിങ്ങൾ ഇന്നേ ദിവസം ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥനകൾ ചെയ്യുകയാണ് എങ്കിൽ തിരുവെഴുത്തുകൾ അനുസരിച്ച് ശാശ്വതമായ ഭാഗ്യം നൽകുന്നതാണ്. ആളുകൾ മോക്ഷത്തിനായും ഈ ദിവസം നീക്കി വച്ചിരിക്കുന്നതാകുന്നു. അല്ലെങ്കിൽ അക്ഷയ തൃതീയയെക്കുറിച്ച് അവരുടെ പൂർവികരെ ബഹുമാനിക്കുന്നതുമാണ്. ഈ ദിനത്തിൽ പൂജയും ജപവും യജ്ഞവും നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും.
അക്ഷയ തൃതീയ നൈവേദ്യം ഇത് പ്രത്യേക ഭക്ഷണ വസ്തുക്കളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ശുഭദിനത്തിൽ തയ്യാറാക്കി ദേവന്മാർക്ക് സമർപ്പിക്കുന്നതാണ്. നൈവേദ്യം ഇലകളിലോ അല്ലെങ്കിൽ പ്ലേറ്റുകളിലോ ദേവന് സമർപ്പിക്കാവുന്നതുമാണ്. പാൽ ഉൽപ്പന്നങ്ങളായ പായസം, നെയ്യ്, തൈര്, മധുര പലഹാരങ്ങൾ എന്നിവ നിർബന്ധവുമാണ്. അരിയും തേങ്ങയും ചേർത്ത് തയ്യാറാക്കിയ വസ്തുക്കളും നൈവേദ്യത്തിൽ ചേർക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ എല്ലാം അക്ഷയ തൃതീയ ദിനത്തിൽ ചെയ്താൽ മഹാഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. കഴിവതും രാവിലെ തന്നെ ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക. ഒട്ടും സാധിക്കാത്തവർ മാത്രം വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിക്കുക. ഇനി നേരത്തെ പറഞ്ഞ സ്വർണം വാങ്ങാൻ സാധിക്കാത്തവർ, അതായത് മുൻപ് പരാമർശിച്ചിട്ടുള്ളത് പോലെ സ്വർണം വാങ്ങുവാൻ സാധിക്കാത്തവർ ജീവിതത്തിൽ വെള്ളി വാങ്ങുകയാണ് എങ്കിലും സൗഭാഗ്യങ്ങൾ തേടിയെത്തും. സാധിക്കുന്നവർ വെള്ളിയാണ് എങ്കിലും വാങ്ങുക. അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുകയാണ് എങ്കിലും സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും. ഭാഗ്യം, സന്തോഷം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സ്വർണം വാങ്ങുകയോ അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് എങ്കിലും ചെയ്യുക. അതിന് സാധിക്കാത്തവർ ഉപ്പ്, അരി എന്നിവ വാങ്ങുന്നതും ഉത്തമം തന്നെയാകുന്നു. ഇവ എന്തും, അതായത് സ്വർണം, വെള്ളി, കല്ലുപ്പ് ഇവ വാങ്ങുന്നത് ശുഭകരമാണ്. അരി വാങ്ങുന്നതും ഉത്തമമാകുന്നു. ആദ്യം വിളക്ക് തെളിയിച്ച് പൂജാമുറിയിൽ വസ്തുക്കൾ സമർപ്പിക്കുന്നതും ശേഷം ഒരു 11 തവണ മഹാലക്ഷ്മി മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. മന്ത്രം ഇപ്രകാരമാകുന്നു. ആദ്യം നിങ്ങൾ സാക്ഷാൽ ഗണപതി ഭഗവാനെ വന്ദിക്കണം. ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രം ഒരു തവണയോ അല്ലെങ്കിൽ 11 തവണയോ ജപിക്കുക. ശേഷമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മഹാലക്ഷ്മി മന്ത്രമാണ്. തീർച്ചയായും ഈ മന്ത്രം വിളക്ക് തെളിയിച്ച് നിങ്ങൾ ശരിയായ വിധം ജപിക്കുന്നതിലൂടെ സമ്പത്ത് വർദ്ധിക്കും. ഭാഗ്യവും ഐശ്വര്യവും നിങ്ങൾക്ക് നൽകും. തീർച്ചയായും ഈ മന്ത്രം 108 ജപിക്കുക. സാധിക്കാത്തവർ 21 തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കണം. മന്ത്രം ഇപ്രകാരമാണ്. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലൈ പ്രസീദ പ്രസീദ. ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമഃ എന്നാണ്. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലൈ പ്രസീദ പ്രസീദ. ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമഃ എന്നാണ്. തീർച്ചയായും നാളെ ഈ മന്ത്രം ഏവരും ജപിക്കുക. വിളക്ക് തെളിയിച്ച് ജപിക്കുന്നതും ക്ഷേത്ര ദർശന സമയം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഒട്ടും സാധിക്കാത്തവർ 11 തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുവാൻ ഇന്നേ ദിവസം ശ്രദ്ധിക്കണം. മഹാലക്ഷ്മി മന്ത്രമാണ്. അത്രമേൽ പ്രാധാന്യമുണ്ട്. കൂടാതെ ഇന്നേ ദിവസം മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വെളുത്ത ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അത്രമേൽ ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ സ്വർണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വെള്ളി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവ സുരക്ഷിതമായി കന്നിമൂല, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സൂക്ഷിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. അത്തരം കാര്യങ്ങൾ ഇരട്ടിക്കുന്നതിനും സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതിനും നിങ്ങളിലേക്ക് കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും അത് സഹായകരമായി തീരും. അതിനാൽ കാലാകാലം അത് നിലനിൽക്കുവാനും ഐശ്വര്യം വർദ്ധിക്കുവാനും കന്നിമൂലയിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. കൂടാതെ അടുക്കളയിലേക്ക് അരി, ഉപ്പ് എന്നിവ വാങ്ങുകയാണ് എങ്കിൽ നാം ഉപയോഗിക്കുന്ന ഉപ്പിനൊപ്പവും അരിപ്പാത്രത്തിലും അത് ഇടേണ്ടതായിട്ടുണ്ട്. അരിപ്പാത്രത്തിലും ഉപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നതായ ആ ഉപ്പ് പാത്രത്തിലും ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകുക. ഇന്നേ ദിവസം തീർച്ചയായും 2 നേരം ക്ഷേത്ര ദർശനം നടത്തുക. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇന്നേ ദിവസം മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.